ഹായ് ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ എമ്പുരാനാണോ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, നിങ്ങൾ തുടരും സിനിമയ്ക്ക് വേണ്ടിയാണോ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ഏതൊരു മോഹൻലാൽ ഫാൻസിൻ്റെ അടുത്ത് എമ്പുരാൻ ഇറങ്ങുന്നതിന് മുമ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എമ്പുരാന് വേണ്ടിയാണ് പൂർണ്ണമായി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ അന്ന് മുതലേ പറയുന്നുണ്ട്, എമ്പുരാന് വേണ്ടിയല്ല എൻ്റെ വെയിറ്റിംഗ് തുടരും എന്ന് പറയുന്നത് മോഹൻലാൽ സിനിമയ്ക്ക് വേണ്ടിയാണ്. കാരണം മോഹൻലാലിനെ എങ്ങനെയാണോ ആരാധകർ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് അതേ രീതിയിലായിരിക്കും തുടരും എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാലിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ എമ്പുരാനിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് പോലെ അല്ല മോഹൻലാലിനെ തുടരും എന്ന് പറയുന്ന സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അത് ഒരു ചെറിയൊരു കുടുംബ ചിത്രമായിട്ട് ആരും കാണുകയും വേണ്ട. ആ സിനിമയ്ക്കകത്ത് ഉണ്ടാകുന്ന ത്രില്ലിംഗ് എലമെന്റ്സ് ഒക്കെ വേറെ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ അതിൻ്റെ ഇതിൻ്റെ ഈ മാസം തന്നെ ഏപ്രിൽ 25 തീയതി ഈ സിനിമ റിലീസാവുന്നുണ്ട്. അപ്പം ബസൂക്കയ്ക്ക് ഇനി ഏപ്രിൽ 10 ഇറങ്ങിയ 15 ദിവസം കൊണ്ട് മാക്സിമം കളക്ട് ചെയ്യേണ്ടതൊക്കെ കളക്ട് ചെയ്ത് തീർത്തിട്ട് പൊക്കോളാം. കാരണം 25 വരുന്നത് മാരക ഐറ്റമാണ്. ആ ഐറ്റത്തിനെ താങ്ങാൻ വേണ്ടി ചിലപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ തന്നെ പറ്റണമെന്ന് ഇല്ല. കാരണം ഈ സിനിമ ഒരു വേറെ ലെവൽ സിനിമയാണ്, ദൃശ്യം പോലത്തെ സിനിമയാണെന്ന് മോഹൻലാൽ ഇതിനകത്ത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എമ്പുരാന്റെ പ്രൊമോഷൻ സമയത്ത്. പക്ഷെ ഇത് അതുക്കും മേലെ നിൽക്കുന്ന ഒരു ഐറ്റമാണ് സംഭവം. നമുക്ക് മോഹൻലാലിന്റെ അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ നമ്മൾ കണ്ടിട്ട് കുറെ കാലമായി. ഈ നേരം തുറന്ന സിനിമയിൽ പോലും അത്രത്തോളം അഭിനയ പ്രാധാന്യമുള്ളൊരു മുഖഭാവവും അത്ര ഇതൊന്നും കൊടുക്കേണ്ട ഒരു സാഹചര്യമുള്ള സിനിമയല്ല നേരം തുറന്ന സിനിമ. അതുകൊണ്ട് തന്നെ തുടരുന്ന സിനിമ, പക്ഷെ അതുപോലെ നിങ്ങൾ ആരും വിചാരിക്കേണ്ട. അതിനകത്ത് അഭിനയ പ്രാധാന്യമുണ്ട്, അതൊരു സൈക്കിക് മെന്റാലിറ്റി പോലും അതിനകത്ത് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അത് അങ്ങനെയുള്ള സിനിമയാണ്. അത് എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നിങ്ങളുടെ പ്രതീക്ഷകളൊന്നും കൂട്ടുന്നില്ല. അത്രയ്ക്കും അത് മാരക ഐറ്റമാണ് വരാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലൂ തരാം ഇതിനകത്ത്. ഇതിൻ്റെ ഒരു ട്രെയിലർ തന്നെ ഒരു പറഞ്ഞിട്ടുണ്ട്, കാറ് കിട്ടിയില്ലെങ്കിൽ സാറേ അയാളുടെ കിളി പോകുന്നു. അത് മാത്രമല്ല, മഴയത്ത് എന്നെ നിർത്തിയിരിക്കുകയാണല്ലോ കുട്ടിച്ച എന്നൊരു ഡയലോഗുണ്ട്. അതൊക്കെ കൂടെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ സിനിമ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ആ ട്രെയിലറിൽ നിങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളതെന്ന്. പക്ഷെ അത് അത്രത്തോളം അത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ടാകുന്ന ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അത് നമുക്ക് ഞാൻ നേരത്തെ നിങ്ങളത് പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമ അങ്ങനെ ഒരു ചെറിയൊരു കുടുംബചിത്രമല്ല, ഇത് മാരക ഐറ്റമാണ്. അത്രയും മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. അതുകൊണ്ട് തന്നെ ഇത് ഏപ്രിൽ 25 ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ സിനിമയ്ക്ക് വരാൻ പോകുന്ന റിവ്യൂസ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും. 1% പോലും ഈ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ വരാനുള്ള സാധ്യതയില്ല. കാരണം ഈ സിനിമ അങ്ങനെയുള്ള ലെവലിലാണ്, ആ ലെവലിലാണ് ഈ സിനിമ നിൽക്കുന്നത്. ഈ സിനിമയുടെ കഥ പോലും അങ്ങനെയാണ്. അവസാനമൊക്കെ നമുക്ക് അതൊരു ഫാൻ ബോയ് മൂവ്മെന്റ് ആയിരിക്കും. കാരണം നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് പോലെ ഞാനൊരു മമ്മൂട്ടി ഫാനാണ്. പക്ഷെ മോഹൻലാലിൻ്റെ നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ നല്ലത് തന്നെ പറയും. ഇഷ്ടമായ സിനിമകളെല്ലാം ഇഷ്ടമായെന്ന് തന്നെ പറയും. അതുകൊണ്ട് തന്നെ തുടരും എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എൻ്റെ ഈ ചാനലിൽ നിന്ന് പോസിറ്റീവ് റിവ്യൂ ആയിരിക്കും വരുന്നതെന്നാണ് എൻ്റെ 99% സാധ്യതകൾ. കാരണം ഈ സിനിമ ഞാൻ കണ്ടിട്ടില്ല, തുടരും എന്ന് പറഞ്ഞ സിനിമ. പക്ഷേ അതിൻ്റെ അഭിപ്രായങ്ങൾ കേട്ടു, അതിൻ്റെ ക്രൂ മെമ്പേഴ്സിൻ്റെ അടുത്തു നിന്നുള്ള അഭിപ്രായം കിട്ടിക്കഴിഞ്ഞു. അത് അന്നേ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളടുത്ത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് അത്രയ്ക്ക് ഈഗർലി വെയിറ്റിംഗ് ആണ്. ഞാൻ ആദ്യം ഈ സിനിമ ഇറങ്ങുന്നുള്ള രീതിയിൽ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ആ സിനിമ റിലീസ് ജനുവരി 30 മാറ്റി. അപ്പം തന്നെ എന്തുകൊണ്ടൊരു മാറ്റിയെന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ സിനിമയിലെ പ്രശ്നം കൊണ്ടല്ല അവർ മാറ്റിയത്. അത് കുറച്ച് കാര്യങ്ങൾ ബിസിനസ്സും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നടക്കാത്തതിൻ്റെ പേരിലാണ്. പക്ഷെ അതൊക്കെ എല്ലാം ക്ലിയറായി. ഇപ്പോഴത്തെ സിനിമ ഏപ്രിൽ 25 റിലീസ് ഡേറ്റ് ആകുമെന്നുള്ള പോസ്റ്ററൊക്കെ വെളി വിട്ടിട്ടുണ്ട്. അപ്പം ബസൂക്കയ്ക്ക് എന്തെങ്കിലും വാരി എടുക്കണമെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 15 ദിവസം കൊണ്ട് നേടിയെടുക്കണം. അല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞ് ഏപ്രിൽ 25 ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു സിനിമയ്ക്കും ഈ സിനിമയോട് ക്ലച്ച് പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടാം. ആരൊക്കെയാണ് തുടരും എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് എമ്പുരാനേക്കാളും കൂടുതൽ വെയിറ്റ് ചെയ്ത മോഹൻലാൽ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് താഴെ കമന്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം.